എടാ ഇതിൻ്റെ അടിയിലാണ് മറ്റേ തലകൊട്ടി കിടക്കണമെന്ന് പറഞ്ഞല്ലേ ഈ കാറിൻ്റെ നമുക്ക് കാറിൻ്റെ അടിയിൽ നോക്കാം. അങ്ങനെയൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയണ്ടല്ലോ. നമുക്ക് ശരിയാണോ അത്? ശരിയാണോ? നോക്കടാ സൂം ചെയ്താ സൂം ചെയ്ത് കാറിൻ്റെ അടിയിലേ കാണുന്നത് കുഴിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്താണ്? പത്മകുമാറിൻ്റെ ഫാമിൽ കിടന്നുവെച്ച കോഴീനെ ആരോ അടിച്ചിട്ടും പോയി. ചേച്ചി കോഴി അടിച്ചും പോയല്ലേ? ചേച്ചി മുഖം തരൂല, ചേച്ചിക്ക് പേടിയാ. എന്നാലും ചേച്ചീനെ അനിതകുമാരി ജയിലിൽ നിന്ന് വിളിച്ചല്ല, അത് മതി. ചേച്ചീനെ മുതലാളി വിളിച്ചില്ല അല്ലേ മെമ്പറെ? ആ അതന്നെ, പണിക്കാരത്തിൻ്റെ ആവശ്യം അത് പറഞ്ഞ് ആരും ചേച്ചിനെ പേടിപ്പിക്കരുത് അല്ലേ ചേച്ചി? പണിക്കാരെ കാര്യം പറഞ്ഞ് വിളിച്ചാണ് ഞാൻ അത്. അതെ, എന്തായാലും ഞാൻ അന്വേഷണം ഇറക്കി വിളിക്കുമ്പോ, ഞാൻ അന്വേഷണം അനിതകുമാരി വിളിക്കും കേട്ടോ. ഞാൻ മെമ്പറുടെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലേ? ഇവിടെ മറ്റേ കറുത്ത കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പം ശരിക്കും കയറിയേക്കണ ബാക്ക് വശത്തൂടെയാണ് അല്ലേ? പുറകുവശത്തൂടെയാണ് കയറിയേക്കണം കേട്ടോ. ഇത് കണ്ടോ വലിയ ഫാമുള്ളത്. ഇടയ്ക്ക് ബാക്കോട്ട് പോകണം എന്നറിയോ, പട്ടി അടിച്ചാലേ. അപ്പോൾ ഈ കാണാണ് പത്മകുമാറിൻ്റെ കറുത്ത കാർ. കുറേ കാലം ആയി ഇതേ. ഹലോ മച്ചമരക്കേരുവള അനുപാക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പത്മകുമാറിൻ്റെ ഫാമിലാണ്. കുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന ആ ഓടിട്ട വീട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പം മെമ്പർ എല്ലാ കാര്യവും കാണിച്ചു തരും. എന്തായാലും ഈ കേസ് ക്രൈംബ്രാഞ്ചുകാരിപ്പോൾ അവസാനിപ്പിച്ച് പ്രതികൾ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മൾ തമിഴ്നാട്ടിൽ പോയ ഒരു എപ്പിസോഡ് ഉണ്ട്, അതൊക്കെ കാണുക. ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, അപ്പോൾ അതേ പിടിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂട്ടോ. ഇതാണ് നമ്മുടെ മെമ്പർട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആകെ പണിപാളി പോയെന്നുള്ളേ പണിയാണ്. നിങ്ങൾ കേസിനൊക്കെ വരേണ്ടിവന്നില്ല ഇവിടെ? ഇവിടെ വരേണ്ടി വന്നു. ഈ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. പിന്നെ അവരെ കൊണ്ടുവന്നപ്പോഴുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും പോലീസുകാരോടൊപ്പം കൂടെ ഉണ്ടായി. ഈ പത്മകുമാറിനെയും ഭാര്യ അനിതകുമാരിയും മകൾ അനുപമനെയും മെമ്പർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്നുള്ള പരിചയം അല്ല, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒപ്പം മെമ്പർ വന്നിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. മെമ്പറിന് ഇന്ന് പഞ്ചായത്തിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ മെമ്പർ ഇടാവാ. ഇന്നലെ ശരിക്കും നമ്മൾ അല്ലേ കാണാനാണ്, പക്ഷെ അന്ന് മെമ്പർ തിരക്കോടെ തിരക്ക്. പിന്നെ നമ്മൾ ചോദിച്ചത് സംബന്ധിച്ചാൽ ആ ഓടിട്ട വീട്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓടിട്ട വീട് ഇതാണെന്നാണ് പറയണത് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് കയറിയിട്ട് വരാം. അപ്പോൾ ഞാനും മെമ്പറും കൂടി ഓടിട്ട വീട്, കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ച ഓടിട്ട വീട് ഇതാണെന്നാണ് പലവരും പറയുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ആ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ പട്ടിയൊക്കെ കിടപ്പുണ്ട്. ഇതണ്ട കംപ്ലീറ്റ് കാടാണ് എൻ്റെ പൊന്നു ഫ്രീക്കുകൾ. ഇതണ്ട ഓടിട്ട വീട്ടിലെ കുറേ ഓടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. ഇതണ്ട മെമ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് പത്മകുമാറിൻ്റെ പട്ടി അല്ലേ? പത്മകുമാറിൻ്റെ പട്ടി, ഓടിട്ട വീട് ഇതാണ്. എന്താ അവൻ്റെ നമ്മളെ കണ്ടപ്പോ തന്നെ കടിച്ച് ഇവിടെ കുറെ ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട്, TV ഒക്കെ ഉണ്ട്. വേറൊരു പട്ടിനില്ല ഇവിടെ പൂട്ടിട്ടേക്കണേ. ഇതൊക്കെ തുറന്ന് വിട്ടാണല്ല കടിച്ചു കയറും. ആ സൈസ് പട്ടിയ. ഇത് പത്മകുമാറിന്റെ വീട്ടിലുണ്ടായ പട്ടിയാണ്. ഇത് പട്ടിയല്ലേ? ഇത് പത്മകുമാർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം പിടിക്കപ്പെടുന്നതിന് 4 ദിവസം ഉണ്ടായിരുന്നു ഈ പട്ടി. അവിടുന്ന് അവരെ വീട്ടിലുണ്ടായിരുന്ന പട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് സേഫായിട്ട് ആക്കിയതിന് ശേഷമാണ് അവർ ഒളിവിൽ പോകുന്നത്. ഈ പട്ടീനെ കൊണ്ട് ഇവിടെ സേഫ് ആക്കിയിട്ട് വേണം അവർക്ക് ഒളിവിൽ പോയത്. സേഫ് ആക്കിയിട്ടാണ് അവർ ഒളിവിൽ പോയത്. ഇപ്പൊ ഈ പട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഈ പട്ടിയും പശുക്കളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് തൊട്ടപ്പുറത്തുള്ള ഷീബ എന്ന് പറയുന്ന സ്ഥലം. അതല്ല, അവർക്ക് ഇപ്പൊ നിവൃത്തിയില്ല, പാവത്തിന് അവർക്ക് നിവൃത്തിയില്ല, ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആരാ കൊടുക്കണം? ഷീബ തന്നെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് അവര് പിന്നെ ജയിലിൽ നിന്ന് അനിതകുമാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് അവിടുന്ന് കോയിൻ ബോക്സ് ഇട്ട് വിളിക്കും, കോയിൻ ഫോട്ട് വിളിക്കാൻ, കോയിൻ പൈസ ഇട്ട് വിളിക്കാൻ വിളിച്ചിട്ട് അവിടെ ഒരു വലിയ കാളയുണ്ട്, ഇടിക്കുന്ന ഒരു കാളയുണ്ട്. ഇടിക്കണ എവിടാ? തൊട്ട് താഴെയുണ്ട്. അപ്പൊ അതിനെ വിറ്റ്
തൽക്കാലം ആവശ്യം നടത്താൻ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറോട്ട് ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ കൊടുക്കണ്ട, പിന്നെ അത് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കൊടുക്കണ്ട, അത് ആലോചിച്ചിട്ട് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും അവിടെ നിൽക്കുക. വനിതകുമാരി ജയിലിൽ നിന്ന് ഫോണൊക്കെ ചെയ്യാറുണ്ട്. ജയിലിൽ നിന്ന് വിളിച്ചെന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, കറക്റ്റായിട്ട് അറിയാൻ വയ്യ. പിന്നെ വക്കീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത്. കാര്യം അതിപ്പോൾ ആകെപ്പാടെ കടത്തിൽ മുങ്ങി നിൽക്കുക. ഷീബ ചേച്ചി പാവട്ടെ, നിരപരാധി. അത് ഇപ്പം തീറ്റി കൊടുക്കാനായിട്ട് വളരെ വിഷമിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും അത് പിന്നെ തീറ്റി മുടങ്ങുന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിലൊക്കെ നമ്മൾ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു കൺസെന്റ് കിട്ടാതെ നമുക്ക് വേറെ നടപടിയിലേക്ക് പോകാനും പറ്റുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ഷീബയ്ക്ക് ഏതാണ്ട് പിന്നെ വീട് വെക്കുന്നതിന് വേണ്ടി അവർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ഷീബ ചേച്ചി അതിൽ നിന്നും വേണ്ട ഒരു 1,30,000-ഓളം രൂപ ഈ അനിതകുമാരി കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതും ആകെപ്പാടെ ബുദ്ധിമുട്ടായി നിൽക്കുക. ഇപ്പൊ ഇതെല്ലാം ഒന്ന് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പശുവെങ്കിലും ഇവിടെ നിൽക്കട്ടെ. 2 പശു 3-4 കാള വാർത്തയിലൊക്കെ ഭയങ്കര വലിയൊരു കാളയുണ്ട്. അത് പത്മകുമാർ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ കാള. അപ്പൊ നമുക്ക് കാളനെ കാണട്ടെ. അപ്പൊ ജയിലിൽ നിന്ന് അനിതകുമാരി ഇവിടുത്തെ ചേച്ചിനെ കോയിൻ ബോക്സ് നമ്മളെ ഫോൺ ചെയ്ത് ഇപ്പൊ ജയിലിൽ അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ കോയിൻ ബോക്സ് ഒക്കെ ഇട്ട് വിളിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. ജയിലിൽ നിന്ന് വിളിക്കാൻ തോന്നല്ലേ, ആയിരിക്കാം എവിടെ നിന്നായിരിക്കും. അപ്പൊ എന്തായാലും ഈ സംഭവം ഈ ചേച്ചി പാവപ്പെട്ട ചേച്ചിയാണ്. ഇവിടെ പട്ടിക്ക് ഈ ഇവിടുത്തെ പശുവിനൊക്കെ ചോറ് കൊടുക്കണതാണ്. ഒരു നിവൃത്തിയില്ലാത്ത ചേച്ചിയാണ്. ആ ചേച്ചിനോട് ഇവിടുത്തെ കാളനെ പശുവിനൊക്കെ വിറ്റ് കടം വിട്ടാൻ പറഞ്ഞു. ആ ചേച്ചിയുടെ 1.5 ലക്ഷം രൂപ മേടിച്ചല്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കണം. പുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അപ്പൊ ഇത് മാത്രമല്ല, ഇവിടെ ഒരു നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഒരു വലിയൊരു കാളയും പശുവൊക്കെ ഉണ്ട്. അതുകൊണ്ട് പത്മകുമാറിന്റെ കറുത്ത കാർ, നിഗൂഢത പിടിച്ച കാർ ഇവിടെ ഉണ്ട്. അപ്പൊ സ്കിപ്പ് അടിക്കാണ്ട് കാണാം. അപ്പൊ നമുക്ക് നേരെ പത്മകുമാറിന്റെ ആ കാളേനെയും ആ മറ്റേ എന്താ പറയുക ആ കാറും എല്ലാം നമുക്ക് കാണാട്ടോ. കേരളത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാല് ഒരു കേസ് വളരെ ഭയങ്കര വലിയ സംഭവമായിട്ട് കേസ് വരും. 2 ആഴ്ച കഴിയുമ്പോൾ ആ കേസ് എല്ലാവരും മറക്കും. പിന്നെയും പുതിയ കേസ് വരും, അതിന്റെ പുറകെ എല്ലാവരും പോകും. പക്ഷേ അനുബാക്ഷൻ ബ്ലോഗ്സ് പോകുന്നത് പത്മകുമാറിന്റെ പുറകെ തന്നെയാണ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഒന്ന് കയറി കാണിച്ചു തരാം. നേരത്തെ നമുക്ക് അവിടെ കയറി പറ്റാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ പോലീസുകാരുണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ പോലീസുകാരില്ല. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് മൊത്തം കാണാം. കംപ്ലീറ്റ് പട്ടികളാണ് ഇവിടെ. കുറേ കൂടിയൊക്കെ പട്ടി വരും, പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു നിഗൂഢത പിടിച്ച പത്മകുമാറിന്റെ ഫാമാണ് ഈ കാണുന്നത്. കണ്ടോ ഇങ്ങനെ കിടക്കണേ കണ്ടോ. ഓ മൂട് ഫാം. അപ്പം എന്തായാലും നമുക്ക് നേരെ ആ വഴിയൊക്കെ ഒന്ന് പോയിട്ട് കേട്ടോ. നമ്മുടെ മെമ്പറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മണ്ഡലം പ്രസിഡന്റ് പുള്ളി കണ്ടതാണ് പത്മകുമാറിന് ഭാര്യയും പിന്നെ മോളും, അത് കൂടാതെ കുറച്ച് ആൾക്കാരും കൂടി അവരുടെ കൂടെ ഉണ്ടായി ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ നേരത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയും മനുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ചർച്ചാ വിഷയമാക്കി കളയാം നമുക്ക്. അപ്പോൾ അതായത് മെമ്പർ അങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടെയാണ് പത്മകുമാറിൻ്റെ കാള. പത്മകുമാറിൻ്റെ ഏറ്റവും വില കൂടിയ കാള ഇവിടെ കിടപ്പുണ്ട്. ഇതുണ്ടോ ഫാമിൻ്റെ ഉള്ളാണ് കേട്ടോ. കംപ്ലീറ്റ് ഫാമിൻ്റെ ഉള്ളാണ് ഈ കാണുന്നത്. നിങ്ങൾ ഉണ്ടോ മൊത്തം കാണിച്ചു കേട്ടോ. എന്തായാലും നമുക്കതേ മെമ്പറിൻ്റെ പുറകെ പോയിട്ട് വരാം. ഇത് ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. കണ്ട ഒച്ച കണ്ട. ഇവിടെ ഇത് മാത്രമല്ല, ഇനി അപ്പുറത്ത് പട്ടികളുടെ ശല്യമാണ്. പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ പത്മകുമാറിൻ്റെ ആ വീട്ടിലെ പട്ടിയില്ലേ, അല്ല ആ വീട്ടിലെ പട്ടിയില്ലേ, അതിൻ്റെ കുര ഉണ്ടോ? അത് പല്ലൊക്കെ ഇങ്ങനെ വാടാ നിന്നെ കടിച്ച് കീറുമെന്നുള്ള മൈൻഡാണ്. ആ ഇതാണല്ലേ. അതേ വേറെ പശുവിനെ കെട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ. ഇതേത് പട്ടിയാ ഉണ്ടായത്? ഇത് പശു. ഇത് 3 കാലാണ്. ഏത്? ഓ അതാ അടിക്കാള. ഓ ഈ കാള ഈ കട കാള പശു കാളാണ്. ഇത് 3 കാളാണ്. പശു അല്ലേ അത്? ഇത് 3 കാളകളാണല്ലോ. ഇതിന്റെ കാള ഇങ്ങനെ മുതത്തൊരു സാധനമല്ലേ, ഒരു ഇടിക്കാളാണ് ഇപ്പൊ ഇത്. പത്മകുമാറിന്റെ ഇടിക്കാള. ഇത് പത്മകുമാർ വന്നാൽ മാത്രമേ ഈ സാധനം അല്ലേ മെരിങ്ങോളുന്നുണ്ട്. അതെന്താ സംഭവം? എന്താണ്? കൊച്ചിലെ പുള്ളിയാണ് നോക്കുന്നത്, വളർത്തുന്നത്. ഒരാളുടെ അടുത്ത് ഇണങ്ങും. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഈ കാളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു രീതി അങ്ങ് മാറും. അപ്പൊ അത് അപ്പോഴത്തേക്കും ആരെയും അടുപ്പിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ വലിയ കാളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം അഴിച്ചിറക്കാനും ഒക്കെ വന്നിരുന്നു. വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മളൊരു പയ്യനെ കൊണ്ടാണ് വന്നത്.
അപ്പോൾ അയാളെ അടിച്ചു. അയാളടിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ തൊടാതില്ല. പിന്നെ അങ്ങനെയാണ് പിന്നെ ബാക്കി 2 പശുക്കളൊക്കെ മറ്റേ കൊച്ചു കാളക്കുട്ടിയും കൂടെ അടിച്ച് വെളിയിൽ ഇറക്കി. കാരണം ഇത് മേട്ടന്നെ അടിച്ചു. അപ്പോൾ ഒരു 1.5 ഇടിക്കാളാണ് അല്ലേ? പത്മകുമാർ വന്നാൽ മാത്രമേ സാധനം അയക്കാൻ പറ്റുള്ളൂ. ശാന്തമായിട്ട് നിൽക്കും അല്ലേ? ബാക്കി ആരും ഇടിക്കും. ഷീബയ്ക്ക് അടുത്തെല്ലാം പറ്റത്തില്ല. അതെ. അപ്പൊ എങ്ങനെ ഇത് ആഹാരം ദൂരെ വെച്ചിട്ട് കമ്പൗണ്ട് നീക്കി എൻ്റെ അടുത്ത് വെച്ചിട്ടു. വല്ലാണ്ട് പോകാൻ പറ്റില്ല. ശീബ ചേച്ചനൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്ന സാധനം അല്ലേ? പിന്നെ മറ്റേ പ്രതിനെ മറ്റേ അനന്തകുമാരനെ കൊണ്ടുവന്നില്ലേ? അപ്പൊ ശീബ ചേച്ചിയോട് എന്താന്ന് പറഞ്ഞത്? പ്രതിനെ ഇവിടുത്തെ പറഞ്ഞാൽ അവർക്ക് ഉടനെ ജാമ്യം കിട്ടും. അതുവരെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. അവിടെ ഏതാണ്ട് ഒരു ബന്ധു ഇതിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള പൈസ തരും എന്നൊക്കെയാണ് ഷീബയോട് പറഞ്ഞത്. ഒരു ജാമ്യം കിട്ടും പറഞ്ഞല്ലേ? ഉടനെ ജാമ്യം കിട്ടും. കേസിന്റെ സീരിയസ്നെസ് അറിയാൻ വയ്യാതെ പറഞ്ഞു നമുക്കറിയത്തില്ല. പക്ഷെ ഏതായാലും ഇപ്പം ബുദ്ധിമുട്ടുന്നത് ഷീബയാണ്. പാവം. അവരെ ആൾക്കാരൊക്കെ കൂടി വെറുതെ ക്രൂശിച്ചു അല്ലേ? ഈ പ്രതികൾക്ക് യാതൊരുവിധ കൂസലില്ലെന്നാണ്. അത് അവരെ കണ്ടെടുത്തോളം അങ്ങനെ തോന്നുന്നു. അതെ. ഷീബ ചേച്ചി വന്നു. ഷീബ ചേച്ചി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഷീബ ചേച്ചിനെ 4 ആരെന്ന് വെച്ച് ഏതോ ടീം ഇട്ടെന്ന് പറഞ്ഞ ഷീബ ചേച്ചി മുഖം പോലും കാണിക്കാണ്ട് പോണേ. അതെ. ഷീബ ചേച്ചി വന്നു. ഷീബ ചേച്ചി പാവം. ഇവിടെ ഷീബ ചേച്ചി ഇവിടെ എല്ലാ പശുക്കളെയും പിന്നെ നമ്മുടെ പട്ടീനൊക്കെ നോക്കണ്ടേ. പട്ടിയൊക്കെ വന്നിട്ടേ കംപ്ലീറ്റ് പട്ടികളാണ് ഇവിടെ. പിന്നെ എന്തോ പറഞ്ഞു ചേച്ചി? വിളിച്ചതെന്ന് പറഞ്ഞു. അന്റെ ചേച്ചി വിളിച്ചാ? എവിടെ ജയിലിൽ വിളിച്ചാ? എന്തോ പറഞ്ഞു? അപ്പൊ ശീബ ചേച്ചി ആകെ പെട്ടുപോയി അല്ലേ? ശീബ ചേച്ചി ഇടിക്കാള നോക്കണം. എന്താ ജയിലിൽ സുഖമാണോ? അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ? എല്ലാരും ശീബ ചേച്ചി പറയൂല. ശീബ ചേച്ചി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശീബ ചേച്ചി ഇടിയിട്ടോന്ന് ഓർത്തിട്ടുണ്ട്. പാവം. ആവട്ടെ. ശീബ ചേച്ചിയുടെ അവസ്ഥ ഒക്കെ ഉണ്ടോ? രാവിലെ വന്നെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം. ഇടിക്കാളയിപ്പുണ്ട്. ആകെ സീൻ. ശീബ ചേച്ചിനാ അതിനകത്ത് വേറെ സംഭവം ഉണ്ടായി. ശീബ ചേച്ചി പറഞ്ഞു 4 ടീം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വേറെ ടീം വാർത്തയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ശീബ ചേച്ചി പേടിച്ച് കിടുങ്ങിക്കണേ. അല്ല, പറയാത്താരും ശീബ ചേച്ചി പറയാത്ത കാര്യം പറഞ്ഞതായി. ഏത് പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ അന്ന് വന്നപ്പോ എന്ത് പറഞ്ഞു? ഇവിടെ വന്നപ്പോ തെളിവെടുപ്പിനൊന്നില്ലേ? തെളിവെടുപ്പിന് വന്നപ്പോ എന്ത് പറഞ്ഞു? എങ്ങനെ? അല്ല, തെളിവെടുപ്പ് വന്നപ്പോ ശീബ ചേച്ചിയുടെ അടുത്ത് നിപ്പുണ്ടായല്ല അനിതകുമാരി. വേറെ ഒന്നും പറഞ്ഞല്ലേ? അപ്പൊ ചേച്ചിക്ക് ചോദിക്കാൻ പാടില്ല എന്തിനാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ. ആരെങ്കിലും പെടുത്തിയതാന്നൊക്കെ ചോദിക്കാൻ പാടില്ല. എന്തിനാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ പാടില്ല. ചോദിച്ചില്ലേ? അല്ല, ചേച്ചിക്ക് അന്ന് ചോദിക്കാൻ പാടില്ലെന്നോ? നമ്മ ചോദിച്ചു കഴിഞ്ഞല്ലേ? നമ്മളും കൂടെ ഇനി വെറുതെ ഇടങ്ങാറാണെന്ന് ഓർത്ത് ചേച്ചി ചോദിച്ചില്ല അല്ലേ ചേച്ചി? അപ്പൊ രാവിലെ വൈകുന്നേരം ഭക്ഷണം കൊടുക്കും അല്ലേ? ഇതാ ഇടിക്കാളുണ്ടത്. പത്മകുമാറിന്റെ ഇടിക്കാള. ശീബ ചേച്ചി പാവം രാവിലെ വന്ന് ഇതൊക്കെ ചെയ്യണേണ്. എന്താ പിന്നെയും പോണേണ്. ശീബ ചേച്ചി എന്ത് ചെയ്യാനാ പാവം അല്ലേ ചേച്ചി? അപ്പം നമുക്ക് എന്തായാലും മെമ്പറായിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് കാണാം. നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി. നമുക്കൊന്ന് ശീബ ചേച്ചി ഇപ്പോഴും പറയുന്നത് വെച്ചാൽ പത്മകുമാറും ഈ അനന്തകുമാരിയും മകളും നിരപരാധിയാണ്. ഇതിന്റെ പുറകിൽ വേറെ ആരോ ഉണ്ടെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. കണ്ടില്ലേ, പട്ടിയൊക്കെ വേറെ ഡേഞ്ചർ പട്ടിയാണ്. കടിച്ചു കഴിഞ്ഞാൽ പീസും കൊണ്ട് അതുപോലത്തെ ഐറ്റങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫാമിൻ്റെ മുകൾ ഭാഗം ഒന്ന് കണ്ടിട്ട് കേട്ടോ. പിന്നെ വേറെ വണ്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ മെമ്പർ ഞാനും കൂടെ മുകൾ ഭാഗത്തോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ മറ്റേ കറുത്ത കാറൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇതൊരു വലിയൊരു വാട്ടർ ടാങ്കാണ്. ഇവിടെ നിന്നാണ് മറ്റേ വെള്ളമൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ മുകൾ ഭാഗത്തോട്ട് ഒന്ന് പോയിട്ട് വരാം. മെമ്പറെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ല? ഇവിടെ മറ്റേ കറുത്ത കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പം ശരിക്കും കയറിയേക്കണ ബാക്ക് വശത്തൂടിയാണ് അല്ലേ? പുറകുവശത്തൂടിയാണ് കയറിയേക്കണം കേട്ടോ. ഇത് കണ്ടോ വലിയ ഫാമുള്ളത്. ഇടയ്ക്ക് ബാക്കോട്ട് പോകണം. എന്താ അറിയാമോ? പട്ടി അടിച്ചാലേ പണിയാ. 3.5 ഏക്കർ അല്ലേ?
ഇത് മറ്റേ പേരമരോ? മാതളം. പത്മകുമാർ മാതളമൊക്കെ ഇട്ട് അല്ലേ? ഓ, ഇതാ മറ്റേ കറുത്ത കാറല്ലേ? അപ്പോൾ ഈ കാണാണ് പത്മകുമാറിൻ്റെ കറുത്ത കാറ്. കുറേ കാലം ആയി ഇത് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ കിടക്കണേണ്ട. ഹുണ്ടേ പറഞ്ഞാണ്, പഴയ പറഞ്ഞ KL 2AA5225. ഇതെന്താ സംഭവം? ഇതെന്തോ ഫാമിന് വേണ്ടി കെട്ടിയതാണ്. ഇതാ ഈ വീടാ? ഇത് വാട്ടർ ടാങ്കിന്റെ മോട്ടർ വരെ. ഇത് വാട്ടർ ടാങ്കിന്റെ മോട്ടർ വരെ അല്ലേ കാണാം? ഇവിടെ ആരുമില്ല. പത്മകുമാർ കെട്ടിയതല്ല, നേരത്തെ ഉണ്ടായിരുന്ന. പത്മകുമാർ വാങ്ങിക്കുന്ന മുമ്പുണ്ടേ അല്ലേ? ഇതെന്താ കാറ്? പത്മകുമാറിന്റെ കാറ്, കറുത്ത കാർ. ഇതാണ് ഭയങ്കര സംഭവം എന്നും പറഞ്ഞൊക്കെ ആൾക്കാർ വീഡിയോ കുറേ വാർത്തക്കാരിട്ടുണ്ടായില്ലേ. ഇത് വെറുതെ ഓടാണ്ട് കിടക്കണ കാറാണ്. എന്താ നമുക്ക് എന്തായാലും ഉള്ളിൽ നോക്കാം. ഉള്ളിലൊന്നുമില്ല, ഒക്കെ അഴുക്ക് പിടിച്ചിറക്കണേ. എന്താ കംപ്ലീറ്റ് അഴുക്ക് പിടിച്ചിറക്കണേ. എന്തുകൊണ്ട് പത്മകുമാർ ഈ കറുത്ത കാറ് കൊടുത്തിട്ടില്ല? അല്ലെങ്കിൽ ആക്രിക്കാർ കൊടുക്കാൻ പാടില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? അതാണ് എൻ്റെ ചോദ്യം. അതിനുത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ കാറ് പണ്ട് ഇതേപോലെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയോ എന്നെല്ലാം അന്വേഷിക്കണം. അത് നമ്മളെല്ലാം അന്വേഷിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഫാമിന് തൊട്ടപ്പുറത്താണ് ഞാൻ ചെരുപ്പ് കണ്ടുപിടിച്ചത്. ഞാൻ ചെരുപ്പ് കണ്ടുപിടിച്ച് എല്ലാ വാർത്തക്കാരും കൂടി വന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ ആൾക്കാർ എന്നിട്ട് പറഞ്ഞ് ഇവിടെ മരം ആടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ചെരുപ്പാന്ന് പറഞ്ഞു. ആ ചെരുപ്പിന് പോലും അന്വേഷണം പോയില്ല. ഈ ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയല്ല. ഇതെനിക്ക് പറയാനുള്ളത് CBI തന്നെ വരണം. ആ ചെരുപ്പൊക്കെ എടുത്ത് ഫോറൻസിക് ലാബ് ടെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ല? ആ ചെരുപ്പ് ആരൊക്കെ ഇവിടെ ഇട്ടാന്നും പറഞ്ഞൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയി. ഇതാണ് കേരള പോലീസിന്റെയും ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് CBI തന്നെ ഈ കേസ് അന്വേഷിക്കണം. ഇതിൽ ഇനിയും പ്രതികളുണ്ട്. കാരണം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കണ്ട കാര്യമാണ്. ഇത് ക്രൈംബ്രാഞ്ചും കേരള പോലീസുകാരും കൂടി പെട്ടെന്ന് പ്രതിനെ കണ്ടുപിടിച്ച് പെട്ടെന്ന് പരിപാടിയും ക്ലോസ് ചെയ്ത് പോയി. ഈ പത്മകുമാറും ഈ അനിതകുമാരിയും പിന്നെ മകളും കൂടി തെളിവെടുപ്പ് ചെല്ലുമ്പോൾ മകളെ ഇറക്കൂല പോലീസുകാർ. മകൾ അനുപമ സെലിബ്രിറ്റി ആണല്ലോ, അതുകൊണ്ട് ക്രൈംബ്രാഞ്ചുകാർ തെളിവെടുപ്പിന് ഇറക്കിയില്ല. വളരെ നാണംകെട്ട, വളരെ വൃത്തികെട്ട അന്വേഷണമാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം CBI തന്നെ അന്വേഷിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ജനങ്ങളെ നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. ഇനി ഒരു കുട്ടിക്ക് പോലും ഇതേപോലത്തെ അവസ്ഥ വരുത്തരുത്, ഉണ്ടാകരുത്. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ നോക്കണം. ഇത് വെറുതെ പ്രകസനമാണ്. അനിതകുമാരിനെയൊക്കെ കൊണ്ടുവന്നു കണ്ടില്ലേ, കയ്യിൽ വിലങ്ങ് പോലും വെക്കാനാണ് ക്രൈംബ്രാഞ്ചുകാർ ഇവിടെ കൂടി ഫാഷൻ പരേഡ് നടത്തുന്നത് പോലെ അനിതകുമാരിയെ കൊണ്ടുവരുന്നത്. പ്രതികരിക്കണം ജനങ്ങളെ. നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ജീവിക്കുന്നവന്മാരന്മാർ എന്താ കാണിച്ച ക്രൈംബ്രാഞ്ച്? ഇവിടെ കുറെ പോലീസുകാരും കൊണ്ടുവന്നിട്ട് അനിതകുമാരി മുമ്പിൽ വിലങ്ങില്ലാണ്ട് നടന്നു പോകുന്നു, പുറകെ പോലീസ് ഇങ്ങനെയൊക്കെ പോയിട്ട് എന്താ അവിടെ ഓടിക്കളഞ്ഞ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അനിതകുമാരി അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഇതൊക്കെ കൊണ്ട് ആ ബാക്കിൽ വന്ന ക്രൈംബ്രാഞ്ചിനെ തലക്കടിച്ച് എന്ത് ചെയ്യും? ഇതൊക്കെ ചോദ്യമാണ്. എന്തിന് മാവേലിക്കരയിൽ നക്ഷത്ര എന്ന് പറയുന്ന മകളെ സ്വന്തം അച്ഛൻ വെട്ടിക്കൊന്നു. ഭയങ്കര ചൂടുള്ള വാർത്തയായിരുന്നു. ആ വെട്ടിക്കൊന്ന അച്ഛൻ്റെ കയ്യിൽ വിലങ്ങുണ്ടായില്ല, ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു. ആ പാവപ്പെട്ട 2 പോലീസുകാരുടെ പണി പോയി. അതുകൊണ്ടാണ് ഈ വിലങ്ങ് വെക്കെന്ന് പറയുന്നത്. ഇവർ പ്രതികളാണ്. പ്രതികളെ വിലങ്ങ് വെക്കണം. വിലങ്ങ് വെക്കാണ്ട് കൊണ്ടേ ഇങ്ങനെ നടക്കണേ. അനിതകുമാരി പിന്നെ അനുപമക്ക് യൂട്യൂബിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കേരള പോലീസ് വിലങ്ങും വെക്കുന്നില്ല, അവളെ വെയിലും കൊള്ളിക്കുന്നില്ല. ക്രൈംബ്രാഞ്ച് വെയിൽ കൊള്ളിക്കാണ്ടൊക്കെ വേമ്പട്ടെ. നാണമുണ്ടോ? നാണം. അന്വേഷണം CBI അന്വേഷിക്കണം. CBI എന്നാലും ഇനി യഥാർത്ഥ പ്രതികൾ. ഇതിൽ കുറെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടെന്ന്, അവരൊക്കെ പൊക്കട്ടേന്നേ. ഇല്ലെങ്കിൽ ഞാൻ ഫയലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു 20 ദിവസം കൊണ്ട് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്തത്. അത് മാത്രമല്ല, ഇവരെയൊക്കെ നുണപരിശോധനക്ക് വിധേയമാക്കാൻ വേണ്ടി എന്ത് വാങ്ങാത്തിൽ കാണിക്കും. അമ്മേനെയും അച്ഛനെയും മകളെയും നുണപരിശോധനക്ക് വിധേയമാക്കണം. അപ്പൊ സത്യങ്ങൾ വരും. സിസ്റ്റർ അഭയെ കൊന്നപ്പോൾ ഈ പറഞ്ഞ അടക്കാരാജം ഉണ്ടായിട്ടുള്ളത് സാക്ഷി പറയാൻ വേണ്ടി. അദ്ദേഹം ഒരു കള്ളനായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പുത്രനായിട്ട് വന്ന് സാക്ഷി പറഞ്ഞിട്ടാണ് പള്ളിയിലെ അച്ഛനെയും ആ കന്യാസ്ത്രീയും ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അന്വേഷണം CBI അല്ലേ? അതുകൊണ്ട് പറഞ്ഞാൽ CBI കണ്ടെത്തണം.
CBI കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ ഇവൻ കണ്ട കൊണകൊണാണത്, ഇവന്റെ ബ്ലോഗ് ഇവൻ എന്താണ് അറിയണം, ഇവൻ എന്തൊക്കെ പറയുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മറ്റടുത്ത ആൾക്കാരല്ലേ എന്നൊക്കെ പറയും. അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ ശരിയല്ല, CBI തന്നെ അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയോട് പോകാം. മെമ്പർ നല്ല പവറായിട്ടൊക്കെയാണ്. മെമ്പറിന് കുറേ പരിപാടി ഉണ്ടായിട്ട് നമ്മുടെ ഒപ്പം വന്നേക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കതേ പത്മകുമാറിൻ്റെ ഫാമിൻ്റെ മുൻവശത്തേക്ക് പോകാം. ഇതെങ്ങനെ പോകണം ഇപ്പോൾ? ഇത് പത്മകുമാറിൻ്റെ വീടിൻ്റെ മുൻവശം ഉണ്ടത്. ഈ റോട്ടിൽ കൂടിയാണ് നമ്മൾ വരുന്നത്. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ടായി നേരത്തെ, ഇപ്പോൾ ആരുമില്ല. നമ്മൾ മെമ്പർ ഉള്ളതുകൊണ്ട് ബാക്ക് കൂടെ വന്നേക്കാണ്. ഞങ്ങൾ വേണമോ? ഇവിടെ മറ്റേ പട്ടീനൊക്കെ പൂട്ടിയിട്ടാണ്. അതെ, ഇത് മോട്ടർ വരെ, ഇതൊക്കെ ആരാ ഓണാക്കിയിട്ടേക്കണം? ഓണാക്കല്ലേ? എൻ്റെ അമ്മ ഇതൊക്കെയാണ്, ഇത് വലിയൊരു പറമ്പാണല്ലേ. ഞാനാണ് ഫസ്റ്റ് ഇവിടെ ചെരുപ്പ് കണ്ടെത്തിയത്. ആ പട്ടി കൂടിൻ്റെ അപ്പുറത്തുള്ള ചെരുപ്പിട്ട് വെച്ചത്. അപ്പോൾ അവർ മറ്റേ മരം ആറാണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് പട്ടിയും പൂച്ചയൊക്കെ. ഇവിടെയും പട്ടിയുണ്ടല്ലേ? ഇത് തെരുവ് നായ. ഇതെന്താ സംഭവം? തെരുവ് നായ സംരക്ഷണ ഇതെല്ലാം പത്മകുമാറിന്റെ കൊണ്ടുവന്ന് ആഹാരമൊക്കെ കൊടുക്കുന്ന പട്ടികളാണ്. നാടൻ പട്ടികൾ. നാടൻ പട്ടികൾ. എന്താ പോടാ പോടാ കേട്ടോ. പട്ടിക്കോട്ടോ എന്താ കുറേ പട്ടികളുണ്ട് അല്ലേ ഇവിടെയൊക്കെ? ശിവചേച്ചി കൊടുക്കോ ഭക്ഷണം? ഭക്ഷണം കൊടുക്കും. ശിവ ഭക്ഷണം കൊടുക്കുന്നത് കൊടുക്കും. ഈ എല്ലാം പാവം ചേച്ചി എല്ലാവരും കൊടുക്കുന്ന പാവം. അതിൻ്റെ 1.5 ലക്ഷം അനുഭവമാരി മേടിക്കും ചെയ്യും. അതാ പണിയായി. പിന്നെ വേറെ കേസ് വെക്കട്ടെ. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് അല്ലേ പ്രതീക്ഷേട്ടൻ? പ്രതീക്ഷേട്ടൻ കണ്ട സംഭവം? പ്രതീക്ഷ അത് പിന്നെ അയാൾ രാവിലെ ഗുരുവായൂർ പോകാനായിട്ട് ഭാര്യയായിട്ട് പോയപ്പോൾ പിന്നെ ഇതുപോലെ കാറിൽ 4 പേരോ 3 പേരോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അയാൾ കുറച്ച് നേരം ഫോളോ ചെയ്തെന്ന് പറയുന്നതൊക്കെ വാർത്തകളിലും പത്രത്തിലും വായിച്ചതാണിത്. അപ്പോൾ അയാൾ ഇപ്പോഴും ഉറപ്പിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നില്ലെന്നും ഏക പരാതിയുണ്ട്. ഈ അന്വേഷണം ഇത് ശരിയല്ലല്ലോ. ഈ അന്വേഷണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മെമ്പറിന്റെ അടിസ്ഥാനത്തിൽ? ഈ അന്വേഷണം വിവരമായിട്ട് നമുക്ക് ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളിലും മറ്റും വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ പോലീസ് അന്വേഷണം അത്രത്തോളം കാര്യക്ഷമമായി എന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ പോലീസിന്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയല്ല. ക്രൈംബ്രാഞ്ച് ആണ് ഇപ്പം അന്വേഷണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അന്വേഷണം പെട്ടെന്ന് നിർത്തിയല്ല ക്രൈംബ്രാഞ്ച്. അന്വേഷണം ക്ലോസ് ചെയ്ത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ 3 പ്രതിനെ കൊണ്ടുപോകും, ഈ അനിതകുമാരിനെ മാത്രം എന്തിനാ ഇവിടെ ഇറക്കിയത്? അനിതകുമാരി മാത്രമേ അതെന്തുകൊണ്ടാ? നിങ്ങൾ മെമ്പർ നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു. അനുപമക്ക് വെയിലുള്ളൂ, ഇത്രയും മതി എന്നാണ്. എന്തത്ര മതി? ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഏത് പോലീസായാലും ഇവിടെ നിയമമുണ്ട്, എല്ലാവർക്കും ഒരേ നിയമമുള്ളൂ. ഏത് ക്രൈംബ്രാഞ്ചല്ല, ഏത് പോലീസായാലും നിയമമാണ്. എല്ലാം കോടതി കയറി കണ്ടു വരും. അപ്പം നമ്മളിപ്പോൾ CBI കൊടുക്കാൻ പോണേ. ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, എന്തുകൊണ്ട് ഇവിടെ അനിതകുമാരിനെ മാത്രം കയ്യിൽ വിലങ്ങ് വെക്കാതെ ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്നു? കൈ വിലങ്ങുണ്ടായ ഇവക്ക് ഓടാൻ എന്തോരം സ്പേസ് ഉണ്ട്. ഇവിടെ മുമ്പിലും ബാക്കിൽ പോലീസുകാരും അല്ലേ? സത്യം പറഞ്ഞ പോലീസുകാരൊക്കെ ഉറക്കുന്നെങ്കിൽ ഇനി ഇവള് മുമ്പിൽ മറ്റേ ഫാഷൻ പരേഡ് ഐശ്വര്യ എന്നോലെ മുമ്പിൽ എന്നിട്ട് മറ്റേ മീഡിയക്കാർ വീണപ്പോൾ കൈയൊട്ടി ചിരിക്കണ്. കയ്യിൽ വിലങ്ങ് പോലും വെക്കാതാണ് ഇതേപോലത്തെ ക്രിമിനൽസിനെ കൊണ്ടുവരുന്നത്. ക്രിമിനലാണ് ഇവളൊക്കെ, ശരിയല്ലേ? ഒരു സഹതാപം കാണിക്കരുത്. ഇവിടെ സത്യം പറഞ്ഞ നുണ പരിശോധനക്ക് വിധിയാക്കണം. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് അന്വേഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവനാണ്. അപ്പോൾ ആ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ആക്ഷേപങ്ങളും സംശയങ്ങളും പൊതുജനത്തിൻ്റെ ഇടയിലുണ്ട്. ആ സംശയം ദൂരീകരിക്കേണ്ടത് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് പിന്നെ സംശയം ദൂരീകരിക്കാതെ അന്വേഷണം മരവിപ്പിക്കുന്നത് നിർത്തുന്നത് ഭൂഷണമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അന്വേഷണം നിർത്തിയെന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 പേരിൽ ഒതുങ്ങി. ഒരച്ഛൻ സ്വന്തം മകളെ പോലീസുകാരെ കൊണ്ട് കുടുക്കോ? ഈ പത്മകുമാർ ഈ അനുപമേന സ്വന്തം മകളല്ലേ? അതെ അതെ. ഈ സ്വന്തം മകളെ എന്തുകൊണ്ട് ഏതെങ്കിലും അച്ഛൻ ഇട്ടു കൊടുക്കോ? എൻ്റെ മോളുണ്ട് മറ്റേ മറിച്ച് അങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യത്തില്ല. എന്തുകൊണ്ട് മകളെ പത്മകുമാർ കുടുക്കി? അതാണ് ഞങ്ങളുടെ ചോദ്യം. കുറേ പേര് വേറെ കഥ പറയണ്ട, അനിതയുടെ കാമുകനുണ്ടെന്നൊക്കെ. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയാം. ഞങ്ങളെ പറഞ്ഞാണ് നമുക്കറിയത്തില്ല. അല്ല, ഇപ്പം അനിത പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇപ്പം തന്നെ ജാമ്യം കിട്ടിയങ്ങ് ഇറങ്ങുമെന്ന്. ഇവളുടെ വിചാരം ഇവള് മറ്റേ പിക്നിക്കിന് പോയി കിടക്കുന്ന പോലെ. ചിലപ്പോൾ അതേപോലെ കൂടെ എഴുതി വെച്ചേക്കാം, അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവരെ ചിലപ്പോൾ ഇത്തരം ജയിലും പോലീസും കേസിന്റെ നടപടിയെ കുറിച്ച് ഇവർക്ക് വലിയ ധാരണ കാണത്തില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എല്ലാം ധാരണയുണ്ട്. പിന്നെ പോലീസ് ചെയ്യോ ഈ പറയുന്ന കേസിൽ ബന്ധപ്പെട്ടവർ ചിലപ്പോൾ അഡ്വക്കേറ്റ്മാരൊക്കെ ചിലപ്പോൾ 10 ദിവസം 12 ദിവസം ജാമ്യം കിട്ടും. കാശ് മേടിച്ചെടുക്കുക വേറെ ആര്
അതായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം എന്തായാലും അതൊക്കെ തീരുമാനിക്കേണ്ട ജഡ്ജിയാ, കോടതിയാണ്. കോടതി, ബഹുമാനപ്പെട്ട കോടതി. ഒറ്റണത്തിനും വെറുതെ വിടില്ല. കോടതികളാണല്ലോ പല കേസുകളും ഇപ്പോൾ എടുത്ത് പിന്നെ ഗവൺമെന്റിനെയും പോലീസിനെയും പിന്നെ പ്രതിസ്ഥാനത്ത് വരുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്. കോടതികളുടെ ഇടപെടൽ കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളും പത്രങ്ങളും ആ രീതിയിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നുകൊണ്ടാണ്. ഏതെല്ലാം വിഷയങ്ങളിലാണ് കോടതി ഇടപെട്ടിരിക്കുന്നത്. കോടതിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ പ്രതികളൊക്കെ ജീവപര്യന്തം കിട്ടുന്നത്. നമ്മുടെ മറ്റേ ആലുവ കേസ് തന്നെ കണ്ടില്ലേ, അതാണ്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, അവിടെ തെളിവെടുപ്പിനുണ്ടായപ്പോൾ എവിടെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് തെളിവെടുപ്പിനുണ്ടായപ്പോൾ സെലിബ്രിറ്റി അനുപമ, അതായത് പത്മകുമാറിൻ്റെ മകളെ ക്രൈംബ്രാഞ്ചുകാർ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ അവരുടെ വണ്ടിക്കകത്തിരുത്തി ഇറക്കിയത് അന്തേനേം തള്ളേനേം മാത്രം. എന്തുകൊണ്ട്? മെമ്പർ എന്താ പറയുക, എന്തുകൊണ്ടാണത്? വെയിൽ കൊണ്ട് അനുപമ കറുത്തു പോകുമെന്ന് ഓർത്തിട്ടാണോ? പ്രമാദമായ ഒരു കേസ് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വേറൊന്നാണ്. കാര്യം ഇത്രയും ദിവസം 4-5 ദിവസക്കാലം കേരളത്തിലുള്ള മുഴുവൻ ആളുകളും, രക്ഷകർത്താക്കളടക്കം മക്കളുള്ള ആളുകളടക്കം ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു. സത്യം. അതിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴും കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോഴും കേരളമാണ് ആശ്വസിച്ചത്. അതിലെ പ്രതികളെ പിടിച്ചപ്പോഴും അതിനുശേഷം നടത്തിയ തെളിവെടുപ്പുകൾ അത് പ്രഹസനമായി പോയി എന്ന് പൊതുജനത്തിന് അഭിപ്രായമുണ്ട്. ഇപ്പോഴും അഭിപ്രായമുണ്ട്. തെളിവെടുപ്പ് അത് ഈ കേസ് CBI റീഓപ്പൺ ചെയ്യണം. CBI എന്തോ കണ്ടെത്തി എന്നുള്ള രീതിയിലാണ്. ഒന്നും കണ്ടെത്തിയ കാര്യമെല്ലാം തീർന്നു. ഞാനിപ്പോൾ ചെരുപ്പ് കണ്ടെത്തിയിട്ട് പോലും ഒരു മൈൻഡ് ചെയ്തില്ലല്ലോ. ആ ചെരുപ്പൊക്കെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ വിടണം ലാബിൽ. വേണ്ടേ? അതൊക്കെ വേണ്ടി വരും. പിന്നെ അതൊക്കെ വേണം. നമുക്ക് CBI വന്ന് നടക്കുള്ളൂ. ഇവരൊന്നും നടക്കില്ല. ഇവർ വെറുതെ പരിപാടി നിർത്തി വീട്ടിൽ പോയി. അത് നടക്കില്ല. കേരളത്തിലെ ജനങ്ങളെ അല്ലേ കണ്ണിൽ മണ്ണിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മീഡിയാസ് ഫുൾ ഓണാണ്. അനിതകുമാരിനെ വിലങ്ങ് വെക്കാണ്ട് ഇവർ നടത്തുന്ന കോടതിയിലൊക്കെ കൊണ്ടുവന്ന് സീൻ കണ്ടില്ലേ? വിലങ്ങൊന്നുമില്ല. തള്ളേ മോളും പിക്നിക്കിന് വന്നിട്ട് ടൂറ് പോണ പോലെയാണ് പോണത്. ശരിയല്ലേ? ശരിയാണ്. ഞങ്ങൾ കണ്ടല്ലേ നേരിട്ട്. ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെ അല്ലേ എവിടെയും ക്രൈംബ്രാഞ്ച് കൊണ്ട് അങ്ങനെയാണ്. പിന്നെ വേറെ സംഭവം പറയാൻ എന്താ വെച്ചാൽ, ഈ അനിതകുമാരിനെ തേങ്ങ മേടിക്കാൻ പോയില്ലേ ആ പാവപ്പെട്ട ചേച്ചിയുടെ കടയിൽ പാരിപ്പള്ളിയിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞു ആ പത്മകുമാർ മാത്രം തെളിവെടുപ്പിന് ഇറക്കിയുള്ളത്, അനിതകുമാരനെ ഇറക്കിയില്ല. കാരണം എന്താ പറയാമോ, അനിതകുമാരി വെയിലത്തിറങ്ങാൻ കറുത്തു പോവും. അതെനിക്ക് പറയാനുള്ളത്. മെമ്പർമാരെന്ന് വെച്ചാൽ ഇതേപോലത്തെ നല്ല പെശക ആളായിക്കണം, എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ കിടക്കുള്ളൂ. മെമ്പർ ചോദിച്ചാൽ എന്നോടൊരു കാര്യമുണ്ട്. എടാ ഈ നിൽക്കുന്ന മരങ്ങൾ വെട്ടി വിറ്റാൽ തന്നെ അല്ലേ കാശ് കിട്ടും അവർക്ക്. അന്ന് മെമ്പർ എന്നെ കണ്ടപ്പോൾ പണ്ട് പറഞ്ഞ കാര്യം അതേപ്പോ ഒന്ന് ഓർത്തപ്പോൾ പറഞ്ഞുള്ളൂ അല്ലേ? ഇത് കയറണേ പറഞ്ഞേ. മരങ്ങൾ ആവശ്യമുള്ള മരങ്ങളുണ്ട്. മഹാഗണി അങ്ങനെയുള്ള മരങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന പശുക്കളുണ്ട്. ഇവർക്ക് 5 ലക്ഷം രൂപയുടെയൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ 2 ദിവസം കൊണ്ട് ഇവിടെ വന്ന് അവർക്ക് പിന്നെ ആരെങ്കിലും വിളിച്ച് ഇത് കൊടുത്ത് തീർത്ത് അവരുടെ ഈ 5 ലക്ഷം രൂപയുടെ ബാധ്യതയാണെങ്കിൽ അത് തീർക്കാവുന്നേ ഉള്ളൂ. കാര്യം അല്ല, വാർത്തയിൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് പിന്നെ ഈ കൊച്ചിൻ്റെ അമ്മയുമായി ഫോണിൽ സംസാരം ആദ്യത്തെ പറയുന്നത് 5 ലക്ഷം രൂപ തരണമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ 5 ലക്ഷം അല്ല 10 ലക്ഷമാണെന്ന് പറയുന്നത്. 5 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും ഇവിടെ തന്നെ ഈ മരങ്ങൾ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ബാധ്യത തീർക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി മരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോർഷൻ കൊടുത്താലും മതി. ഇവിടെ സെന്റിൽ ഇപ്പോൾ ഒരു 40,000 50,000 ഈ മണ്ണെടുത്ത് കൊടുത്താൽ പോരെ, മണ്ണ് കൊടുത്താലും മതി. അല്ലെങ്കിൽ അവർക്ക് പഞ്ചായത്ത് ഡെവലപ്മെന്റ് പെർമിറ്റ് പഞ്ചായത്ത് കൊടുക്കും. പിന്നെന്ന് പറഞ്ഞാൽ ബാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് ചാത്തന്നൂരിലെ വീട് ഏതാണ്ട് 1 കോടി പുറത്ത് വില വരുമെന്നാണ് നമ്മളൊരു വിശ്വാസം. അതെല്ലാം കടമാണ്. അതൊക്കെ കടമാണെങ്കിലും അതിനൊരു വാല്യുവേഷൻ ഉണ്ടല്ലോ. ഇപ്പം ബാങ്കുകാർ വായ്പ കൊടുക്കുന്നത് ഒരു വസ്തുവിന്റെ നേർപകുതി അല്ലെങ്കിൽ 1/3. അത് കഴിഞ്ഞാലും പൈസ കാണുമല്ലോ. ബാങ്ക് വാല്യുവേഷൻ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വില അവിടെ ഇടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പരമാവധി വില ചവിട്ടിത്താത്ത എടുത്തുള്ളൂ. കാര്യം 5 വർഷം കഴിഞ്ഞ് അവർക്ക് ലേലത്തിൽ പിടിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യത്തുള്ളൂ. എന്നാലിപ്പോൾ മാർക്കറ്റ് വാല്യൂ ഹൈവേയും ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചാത്തന്നൂർ ടൗണിന് തൊട്ടടുത്താണ് ഈ പിന്നെ അവരുടെ വീടും വസ്തു എന്ന് പറയുന്നത്. അത് വിറ്റാലും മതിയല്ലോ. ഈ 10 ലക്ഷം രൂപയ്ക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ. അന്ന് മെമ്പർ ചോദിച്ച ഏറ്റവും വലിയൊരു ചോദ്യമാണത്. കറക്റ്റ് കാര്യമാണ്. മെമ്പർ എന്ന് ചോദിച്ച ഏറ്റവും വലിയ പോയിന്റാണ്. ഇവിടുത്തെ മരം വിറ്റാൽ തന്നെ ഇവരുടെ കടം തീർക്കാനുള്ള കാശാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണ് വിറ്റാൽ മതി അല്ലേ? മണ്ണ് വിറ്റാൽ മതിയല്ലോ. പഞ്ചായത്തിൽ പെർമിറ്റും കൊടുക്കും. അത് ഡെവലപ്മെന്റ് പെർമിറ്റ് കൊടുക്കും. പിന്നെ എന്താ പ്രശ്നം? ആ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിയമാനുസരണമുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, സ്വന്തം അച്ഛൻ ഒരു മകളെ, ഏതെങ്കിലും സ്വന്തം അച്ഛൻ ഒരു മകളെ പോലീസുകാർക്ക് ഇട്ടുകൊടുത്ത് ജയിലിൽ കൊണ്ടിടും? അതങ്ങനെ ഈ മനസാക്ഷിയുള്ളവരൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ ഇയാള് ശരിക്കും പത്മകുമാർ ഫുൾ ഡ്രാമയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. പത്മകുമാർ ദൃശ്യത്തിലെ മോഹൻലാൽ
കളിച്ചുകൊണ്ടിരിക്കണേ. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ സഹതാപം പറ്റിപ്പോയി, ഞങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ പോലീസുകാർക്ക് ഇത് കണ്ടപ്പോൾ സഹതാപം. പോലീസുകാരെ മനുഷ്യന്മാരാണല്ലോ ക്രൈംബ്രാഞ്ചൊക്കെ. സാധാരണ ഇപ്പം അഭിനയിക്കാൻ അറിയുന്ന അവന്മാർ അഭിനയിച്ച് കഴിഞ്ഞാൽ പോലീസുകാരല്ല ക്രൈംബ്രാഞ്ചാ. അപ്പം കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനലാണ് ഇവനൊക്കെ. ഇവരെയൊക്കെ നുണ പരിശോധനക്ക് വിധേയനാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? സത്യം പുറത്തു കൊണ്ടുവരണം. CBI വരണം. CBI കൊടുക്കണം. അന്വേഷണം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തത. അപ്പോൾ നമ്മുടെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി DCC ജനറൽ സെക്രട്ടറി പ്രതീഷ് വരുന്നുണ്ട്. ഈ പ്രതീഷ് ചേട്ടൻ സംഭവം കണ്ട് അയാള് മൂകാംബിക പോകാനായിട്ട് കുടുംബമായിട്ട് പോയപ്പോഴത്തേക്ക് കണ്ടെന്നാണ്. മൂകാംബികയിൽ പ്രതീഷ് ചേട്ടൻ പോകുന്നത് എന്ത് കണ്ടെന്ന് പറഞ്ഞേ? പ്രതീക്ഷ പോയപ്പോഴത്തേക്ക് ഒരു പിന്നെ ഈ വെള്ള കാറ് വരുന്നു, അതിന്റെ തൊട്ടുപുറക്കെ നീല കാറ് വരുന്നു, പിന്നെ മുമ്പിൽ 2 ബൈക്കുകൾ, പുറകിൽ ഈ ബൈക്കിന്റെ സംഭവം ഉള്ളതാണ്. കാര്യം അവിടെ ഈ CCTV ക്യാമറയിൽ ഒരു TVയിൽ CCTV ക്യാമറ കണ്ടപ്പോഴേ 2 പിള്ളേർ ബൈക്കിന് പോണ ഞാൻ കണ്ടു. നീലക്കാരെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത്രം കണ്ട വ്യക്തിയുടെ എപ്പിസോഡാണ് അടുത്തത്. അപ്പോൾ ആ എപ്പിസോഡ് കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയിൽ മെമ്പർ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മെമ്പർ മറ്റേ ഗ്രാമസഭ അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ തന്നെ നടത്തിക്കഴിഞ്ഞ് ഇപ്പോൾ കേസ് പൂട്ടിയും കഴിഞ്ഞു. ഇനി അന്വേഷണമൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ മേളിലോട്ട് നോക്കി ഇരുന്നാൽ മതി. മനസ്സിലായോ? അപ്പോൾ അതല്ലാതെ ഈ കേസ് CBI അന്വേഷിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. മെമ്പറിൻ്റെ അഭിപ്രായം എന്താ? അത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള മുഴുവൻ ജനസമൂഹത്തിനും അല്ല, ഇനിയിപ്പോൾ ഞാൻ തമാശയിട്ട് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു കുഞ്ഞിന് പോലും ഇതേപോലത്തെ ഒരു അവസ്ഥ വരരുത്. ഇതിൻ്റെ പുറകെ ഇനി എത്ര വലിയ വമ്പന്മാരുണ്ടായാലും ഏതവനായാലും ഏതറ്റം വരെ പോയാലും കണ്ടെത്തണം. അതാണ് മെമ്പറിനും എനിക്കും പറയാനുള്ളത്. മെമ്പർ വേറെ സംശയമുണ്ട് എനിക്ക്. ആദ്യത്തെ ഒരു രേഖാചിത്രം പോലീസുകാർ ഭയങ്കര സെറ്റപ്പായിട്ട് വരച്ചു. ആ രേഖാചിത്രം പിന്നെ കണ്ടില്ല. അതും കുഞ്ഞ് പറഞ്ഞ് വരപ്പിച്ചാന്നാണ് ഇവർ. ഈ പപ്പേട്ടൻ്റെയും കുഞ്ഞ് പറഞ്ഞ് വരപ്പിച്ച. അപ്പൊ ആദ്യത്തെ രേഖാചിത്രം ഇവിടെ, രണ്ടാമത് വേറെ കൊണ്ട് വരപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. ആ ജിമ്മ് ഷാജഹാൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യന്റെ വീടും തകർത്ത് ആ തകർത്തവന്മാർ ഇതുവരെയും പോലീസുകാർ പിടിച്ചിട്ടില്ല. ആ പാവപ്പെട്ടന്റെ ഫോണാണെങ്കിൽ കുണ്ട്ര CISAയും കൂടി മേടിച്ച് വെച്ചേക്കാണ്. ജിമ്മ് ഷാജഹാൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട വ്യക്തിയെ. പുള്ളി തന്നെ പറയുന്നുണ്ട്, എടാ ഞാൻ കള്ളനാണ്, മോഷണ കേസിലൊക്കെ പ്രതിയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം ഞാൻ ചെയ്യില്ല. അല്ല, അതൊക്കെ വർഗീയമാക്കി മാറ്റാനുള്ള ശ്രമമൊക്കെ നടന്നല്ലോ. അതെന്താ വർഗീയമാക്കി മാറ്റാൻ സംഭവം? അത് കേരളത്തിൽ രാജ്യം മൊത്തം നടക്കുന്ന സംഭവമല്ല. കാര്യം പറഞ്ഞാൽ പേരിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പേരിന്റെ പിന്നെ ഈ പേര് ഒരു ന്യൂനപക്ഷ പേരാണെങ്കിൽ അതോടനെ ഈ ന്യൂനപക്ഷ പേരെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട പാവപ്പെട്ട മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുന്ന രീതി ശരിയല്ല. പിന്നെ കൃത്യമായി പറഞ്ഞ മോഷ്ടാവാണ്, കള്ളനാണ്. പുള്ളി പറഞ്ഞു ഞാൻ കള്ളനാണ്, ഞാൻ ചെയ്തിട്ടില്ല, അവന്റെ വീട് പോയി അടിച്ചു പൊട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പത്മകുമാറിന്റെ വീട് ആരും പൊട്ടിച്ചില്ലല്ലോ. അപ്പൊ അത് ഏത് വന്നാലും ഇങ്ങനെ ഒരു ഒരു ആസൂത്രിതമായ നീക്കം നമ്മുടെ രാജ്യത്ത്. പത്മകുമാറിന്റെ അഭിനയം എന്ന് വെച്ചാൽ അയ്യോ ഭയങ്കര അഭിനയം. പത്മകുമാർ ശരിക്കും ഞാനാണ് CA ഉണ്ടല്ലോ അവന്റെ സത്യം ഞാനൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ പറയിപ്പിച്ചാണ് അവനെ. പത്മകുമാറ ഞാനാണ് CA എങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഒരു കോൺസ്റ്റബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഇവരെ 3 പേരെയും കൊണ്ടെത്താം. ഞങ്ങൾ ഒരു 10 അംഗ സംഘങ്ങളുണ്ട്. ഞങ്ങൾ CBIക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ തെളിയിച്ചിരുന്നത് 24 മണിക്കൂർ ഇനി പുറകിൽ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ തെറി പറഞ്ഞു, നീ ആരാടാ? കേരള പോലീസിൻ്റെ ഇവിടെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒക്കെ നോക്കി നീ ആരാടാന്ന് ചോദിച്ചത്. ഞാൻ ആരുമില്ല, സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ മെമ്പർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവരന്വേഷണം ശരിയല്ല. ഇതെന്താ പറയണമെന്ന് വെച്ചാൽ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ ഇവിടെ വളരെ മാഫിയ സംഘങ്ങൾ വരെ ഉണ്ടാവും ഇവിടെ അല്ലേ? കേരളത്തിൽ എത്ര കുട്ടികളൊക്കെ പിന്നെ എന്തോരം കുഞ്ഞുങ്ങളെ ഇപ്പോഴും കേരള പോലീസ് കണ്ടെത്തിയിട്ടില്ല, കാണുന്നില്ല, കിട്ടുന്നില്ല. ഒരു സംഭവം അടുത്ത് ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയൊരെണ്ണം വരുമ്പോഴത്തേക്ക് അതിന്റെ പറയും. അതാണ് ഈ കേസ് മറന്നിരിക്കണേ. ജനം മറന്നു. പുതിയൊരു കേസ് വരുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ ആളുകൾ പോകും. ആ കേസ് അവിടെ നിൽക്കും. അതിന്റെ പുറകെ പോണവര് അവിടെ കുറെ നേരം അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അവർ മതിയാക്കി. പത്മകുമാറിനെ ആദ്യമൊക്കെ കോടതി കൊണ്ടുവന്നപ്പോൾ വമ്പൻ തിരക്കായി. ഇനി ആരും വരത്തില്ല. ഇപ്പൊ ഈ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആരും വരത്തില്ല. ഞാൻ അത് കഴിഞ്ഞു, എന്റെ കാലം കഴിഞ്ഞു, എന്റെ ആ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി പുതിയത് വരണം. അനുപമ ജയിലിൽ കിടന്ന് മറ്റേ ഫേഷ്യലാണ് സംശയം ഉണ്ടെങ്കിൽ മൊത്തം ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് വന്നേക്കണ പോലെയാണ് അനുപമയുടെ ഒക്കെ വരുന്നത് അല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇത് ഏതാണ്ടും ഐശ്വറായനെ കൊണ്ടുവന്ന പോലെയാണ് കോടതിയിലൊക്കെ ഇവരെ കൊണ്ടുവന്നത്. വിലങ്ങുമില്ല, ഒന്നുമില്ല. അപ്പൊ അനുപമയൊക്കെ ന്യൂ ഇയർ ഇപ്പൊ ജയിലിൽ കിടന്ന് ആഘോഷിക്കും.
അതാണ് ഇവിടുത്തെ അവസ്ഥ. കുഞ്ഞിനെ ഈ 4 വഴിക്കും കാടടച്ചുള്ള അന്വേഷണം നടക്കുന്നു. പൊതുജനം മൊത്തം ഇതിന്റെ പുറയിലായിരുന്നു. എന്നിട്ട് പോലും ഇവരുടെ അടുത്തെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതാണ് ചിന്നക്കടയില് ചിന്നക്കടയിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഏറ്റവും തിരക്കുള്ള ആശ്രമ മൈതാനത്ത് ഈ പറയുന്ന അനിതകുമാരി കുഞ്ഞിനെ തോളിലിട്ടാണ് കൊണ്ടുവച്ചത്. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിന് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കാര്യം കാടടച്ചുള്ള അന്വേഷണം, പിന്നെ ADGPയുടെ പത്രസമ്മേളനം തൊട്ടടുത്ത ദിവസം വരുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസ് അതിൻ്റെ അടുത്തം കണ്ടാണ്, വിജിലൻസിൻ്റെ കൂടെ ഓഫീസ് അതിൻ്റെ മുമ്പിൽ കൂടെയാണ് പിന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് അനിതകുമാരി കൊണ്ടുവന്ന് ആശ്രമ മൈതാനത്ത് കൊണ്ടിറക്കിയിട്ട് അവിടെ ആള് കൂടി എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് അവരവിടെ നിന്ന് പോകുന്നത്. പിന്നെ വേറൊരു സംഭവം എനിക്ക് പറയാനുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല, എല്ലാവർക്കും അറിയാം. ഈ വേറെ കാര്യം പറയട്ടെ. ഈ ചേച്ചി ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയപ്പോൾ നമ്മുടെ ഈ പണിക്കണ ചേച്ചിയുണ്ടല്ലോ, ഷീബ ചേച്ചിയുടെ അടുത്ത് ഇവർ വന്നു. ഈ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിറ്റേ ദിവസം പട്ടിക്ക് തീരെ കൊടുക്കാൻ എന്തോ വന്നിരുന്നല്ലോ. വന്നപ്പോൾ ഷീബ ചേച്ചി ചോദിച്ചേ, മോളെ സംഭവം അറിഞ്ഞില്ലേ മോളെ എൻ്റെ? അതെന്താ ചേച്ചി കുഞ്ഞിനെ തട്ടിക്കൊണ്ടു? ഞങ്ങളുടെ വണ്ടിയും വന്നപ്പോൾ ചെക്ക് ചെയ്ത്, ഞങ്ങളുടെ വണ്ടിയും വന്നപ്പോൾ പോലീസുകാർ ചെക്ക് ചെയ്ത് എൻ്റെ മറ്റേ ഷീബയുടെ മോളെ സൂക്ഷിക്കണം, ഷീബയുടെ മോളെ പുറത്തൊന്നും വിടരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞ് എവിടെയാണപ്പോൾ? കുഞ്ഞ് പ്രദേശത്തിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കുഞ്ഞ് എവിടെയാണെന്ന് ഇതുവരെ ക്രൈംബ്രാഞ്ച് ചോദിച്ചിട്ടില്ല. ആ സമയത്ത് കുഞ്ഞ് ആരുടെ കൂടെയായിരുന്നു, എവിടെയായിരുന്നു കുട്ടിയെ ഇവർ ഒളിപ്പിച്ചത്? ഇതൊക്കെ ചേച്ചിയുടെ ആ വാക്കൊക്കെ ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ മൊഴിയാണ്. ആ സമയത്ത് കുഞ്ഞെവിടെയെന്ന് ആ ഓടിട്ട വീടാണ് ഞങ്ങൾ ചോദിക്കണത്, അല്ലാണ്ട് പത്മകുമാറിന്റെ വീടല്ല. ഓടിട്ട വീട് ഇതാവാൻ സാധ്യതയില്ല. ഇതൊന്നും അല്ലെന്ന് ഇതാവാൻ സാധ്യതയില്ല. കാര്യം ഇത് രണ്ടാമത് വാങ്ങിച്ചു ചേർത്തൊരു വീട്. ഞങ്ങൾ ചോദിക്കണത് ആ ഓടിട്ട വീടാണ് അല്ലേ? പൊതുസമൂഹത്തിനോട് പോലീസുകാർ പറയണം. അല്ല പിന്നെ കുട്ടിയുടെ സഹോദരനും പറഞ്ഞല്ലോ 4 പേര് കാരണത്തുണ്ടായിരുന്നു. അതെ 4 പേര് കാരണത്തുണ്ടായെന്ന് പറയുകയും ചെയ്ത് നമ്മുടെ മറ്റേ പ്രസിഡന്റ് മറ്റേ പുള്ളി വരുന്ന പ്രതീഷ് കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അതൊന്നും പോലീസ് മുഖവിലയ്ക്ക് എടുത്തില്ല. കേസ് അന്വേഷണം പൂർത്തീകരിച്ച് CBI വരിക. എല്ലാവരെയും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മെമ്പർ നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ? അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷയുടെ അടുത്തേക്ക് ഒന്ന് പോട്ട് വരാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് തെളിവെടുപ്പിനെ കൊണ്ടുവന്ന് ചെന്നപ്പോൾ ഈ പത്മകുമാറിന് മാത്രമേ ക്രൈംബ്രാഞ്ചുകാർ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചോദിച്ചെന്ന് വെച്ചാൽ ഇയാൾ എന്താ മേടിച്ചത്? തേങ്ങയാണ് മേടിച്ചത്, പിന്നെ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് വെച്ചത് ആ ഒരു പ്രകസനം കഴിഞ്ഞിട്ട് അയാളെ നേരെ പോലീസ് വണ്ടി കയറ്റിയിട്ട് പറഞ്ഞു വിട്ടു. എന്തുകൊണ്ട് അനിതകുമാരിയെ ക്രൈംബ്രാഞ്ചുകാർ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഇറക്കിയില്ല? ഈ അനിതകുമാരി പ്രതിയാണ്. ഈ പ്രതിനെ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അവിടെ ചെന്നപ്പോൾ ഇറക്കാഞ്ഞത്? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കും ചോദിക്കാം. നിങ്ങളുടെ വിലയേറെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മെമ്പറുള്ളതുകൊണ്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റി. പത്മകുമാറിൻ്റെ മോട്ടർ ഹൗസാണ് ഈ കാണുന്നത്. അതായത് വെള്ളം അടിക്കുന്ന മോട്ടറൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു 3.5 ഏക്കറോളം ഉണ്ടാവും ഈ ഫാം. നിഗൂഢതകൾ ബാക്കി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്നത് ഇത് കണ്ട, ഈ മരം വെട്ടി വിറ്റാൽ തന്നെ കുറേ കാശ് കിട്ടും പത്മകുമാർ എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് പത്മകുമാർ ഈ കുട്ടിയെ മാത്രം തട്ടിക്കൊണ്ടുപോയി? അതും ഒരു പെൺകുട്ടിയെ. ആൺകുട്ടിയെ തള്ളിയിട്ടിട്ട് പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് പത്മകുമാറും ഭാര്യ അനിതകുമാരിയും മകളും തട്ടിക്കൊണ്ടുപോയത്? നിഗൂഢതകൾ തുടരുകയാണ്. പത്മകുമാറിൻ്റെ ഈ കറുത്ത കാറിൻ്റെ അടിയിൽ അസ്ഥികൂടമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ? കേരള പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാരണം ഇനി ഒരു കുട്ടിക്ക് പോലും ഇതേപോലത്തെ അവസ്ഥ വരുത്തരുത്. പത്മകുമാറിനെയും ഭാര്യയെ അനിതകുമാരിയും മകളെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനെ CBI തന്നെ വരണം. ഈ കാറിൻ്റെ അടിയിൽ ആരെങ്കിലും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കറുത്ത കാർ പത്മകുമാർ വിൽക്കാത്തത് എന്നൊക്കെ തുടർന്നുള്ള അന്വേഷണമായിട്ട് അനൂപ് ആക്ഷൻ വ്ളോഗ്സ് വരും. നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും എനിക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBI അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് പത്മകുമാറും ഭാര്യയും മകളും കൂടാതെ തട്ടിക്കൊണ്ടുപോകുന്ന കേസിൽ 2 പേരും കൂടിയുണ്ട്. 4-മൻ മാത്രമല്ല 5-മനുമുണ്ട്. അതെല്ലാം പറയാൻ പോകുന്നത് കണ്ടുനിന്ന ദൃക്സാക്ഷിയാണ്.
അയാൾ പോലീസുകാർക്ക് പരാതി കൊടുത്തിട്ട് പോലും അയാളുടെ പരാതി പോലീസും ക്രൈംബ്രാഞ്ചുമെല്ലാം തള്ളിക്കളഞ്ഞതാണ്. ഈ മണ്ണിൻ്റെ അടിയിൽ ഏതെങ്കിലും അസ്ഥിക്കൂടമുണ്ടോ എന്നെല്ലാം തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമപാലകന്മാരാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. അനൂപ് ആക്ഷൻ ബ്ലോഗ്സ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.